आशिक बनाया आपने അല്ലെങ്കിൽ ഈ അമൂലിന്റെ മറ്റേ ഇതുപോലെ മറ്റേതാ തോന്നുന്നു കട്ട് ചെയ്ത ടൈപ്പ്. ഇതാണ് മുത്തങ്ങ മക്കളെ. ഇവിടുന്നാണ് അങ്ങോട്ടേക്ക് കാട്ടിലേക്ക് അങ്ങോട്ട് പോവാ. ഈ വലത്തോട്ട് കയറിയാൽ ഇവിടെയാണ് ആൾക്കാർ മുത്തങ്ങ പറഞ്ഞോണ്ട് വരുന്നേ. ചില്ലറ പൈസ കൊടുക്കണം, ചില്ലറ പൈസ കൊടുക്കണം. കണ്ടാല് അവന്റെ പിന്നിലിരിക്കുന്ന ഫുള്ള് കറുപ്പിട്ടിട്ട് കറുപ്പ് തലേനെ കൊണ്ടു ഇങ്ങനെ വെച്ചിട്ട് കണ്ണടയും വെച്ചിട്ട് അതെന്തിനാ വിളി ഓനെ ആരും പിടിക്കാണ്ടിരിക്കാൻ അവൻ അങ്ങനെ അത് കരടിയാന്ന് തോന്നിപ്പിക്കും. ചെറിയ കുട്ടിയാട്ടോ തന്നെ. അതേതിനും വിടും. ആരോ വണ്ടി വണ്ടി ഇടിക്കപ്പോ. അയ്യോ 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 ഇടിച്ച് ഇടിച്ച്. അയ്യോ സാധ്യത കൂടുതലാ. പോകുന്നില്ല. അതുണ്ട്. ഹായ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞങ്ങളിന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഗുണ്ടൽപേട്ട വരെ ഒന്ന് പോവാണ്. സാറവിടെ നമ്മളെ കാത്തു നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ടാവും. പ്രത്യേകിച്ച് നിന്റെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും സാറിന് വിഷമം. കാരണം നീയാണല്ലോ നേരം വൈകല്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ നേരത്തെ എണീച്ചു. അല്ലെങ്കിൽ നീ അവിടെ കിടക്കും പോത്ത് പോലെ. അത് നോക്ക്. അതാണ് ഞാൻ പറഞ്ഞ പൂച്ച. പോയോ? ഇവനൊരു പേരുടെ ആഷ്കുട്ടൻ. ഇവന് എന്തൊക്കെയോ കളറാണ്. ചടിയൊക്കെ ആയ പോലുണ്ട്. ചാരത്തിന്റെ ആഷ്കുട്ടൻ. അവനിപ്പോ നിന്നെ വേറെന്തെങ്കിലും പേര് വിളിക്കും. ആഷല്ല, ആഷിക്. ആഷിക് ബാനായ आशिक बनाया अपने അതാരാ നമ്മളെ ഇത് വീഡിയോ ഇടാനുള്ളതാ. എന്തൊക്കെ കുറ്റം പറഞ്ഞു. അതാ പോണ്. 46 കൊടി ഉയർത്താനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ അപ്പളേക്ക് പോവുകയാണ്. സാറിനെ വെയിറ്റ് ചെയ്യുകയാണ്. സാർ ഞങ്ങളെ വെയിറ്റ് ചെയ്തല്ലേ വരുന്നത്. നാളെ ഞാൻ മാനന്തവാടി അമ്പലത്തിൽ പോവാ വിചാരിച്ചിരുന്നേ. അപ്പൊ അതുകൊണ്ട് ഈ സുധീൻ എങ്ങനെയാ ഒക്കറിഞ്ഞ് കിട്ടിയത്? എങ്ങനെയോ കിട്ടി. അല്ല, നീ തിരിച്ചു വിളിക്കൂന്ന് പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു വേറൊരു ചങ്ങനെ ഏർപ്പാടാക്കി. പക്ഷെ അവൻ വരാത്തായിരുന്നു നല്ല. കാരണം അവന് 3 മണിയാകുമ്പോ ഇവിടെ ഒരു മീറ്റിംഗ് എപ്പ വരണം എന്നൊക്കെ പറഞ്ഞ വീട്ടിലുള്ള ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നു. നമ്മള് മാത്രം വിചാരിച്ചിട്ടേ അങ്ങനെ ഏർപ്പാടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ തിരിച്ചു വിളിക്കാം. അപ്പൊ ഇന്റെ വിളി വരുന്നില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഇന്നെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ നീ പറയുന്നത് എന്താ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ അവന് മറുപടി കിട്ടാത്തോണ്ട് അവന് വേറെ ഏതോ പരിപാടിക്ക് പോയി. എത്താൻ പോയി. പിന്നെ വിളിച്ച് ഇതിലെന്തുണ്ടോ പെട്രോൾ ഉണ്ടോ ഡീസൽ ഉണ്ടോ? അപ്പോൾ ഗൈസ് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഇവിടുന്ന് മുതൽ നല്ല സംഭവ ബഹുലമായ കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും കാണുക. നമ്മൾ ഗുണ്ടൽപേട്ടയ്ക്കാണ് പോകുന്നത്. അവിടുത്തെ എന്താ പറയുക പൂക്കളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നാലെ പായിക്കും. ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയത്. ഞങ്ങൾ ഓൾറെഡി ചായ കുടിച്ചാണ്. ടീച്ചർക്കും സാറിനും വേണ്ടിയിട്ടാണ്. ചെറിയ കടി എന്താ
അല്ല എനിക്ക് പ്രത്യേകിച്ച് പാൽപ്പൊടിയാ തോന്നുന്നു. അല്ലെങ്കിൽ ഈ അമൂലിന്റെ മറ്റേ ഇതുപോലെ മറ്റേതാ തോന്നുന്നു, കട്ട് ചെയ്ത ടൈപ്പ്. അല്ല, ഈ അമൂലിന്റെ മറ്റേ ഇതിൽ പാക്കറ്റിൽ കിട്ടുന്ന ഫുൾ ഫാറ്റ് പാലില്ലേ, എനിക്ക് തോന്നുന്നു അതാണ് എന്നാ തോന്നുന്നു. അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്കിപ്പോ പൊതുവെ ചായക്ക് രണ്ടാം ദിവസം ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ കാണാൻ ചോദിക്കുന്നു. നോക്കിട്ട് രണ്ടാം ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു ഏകദേശം റെഡി ആയി. കുറച്ചേരം കണ്ട് ടി വിയും കൂടി കാണുകയാണ്, നേരെ നോക്കിയില്ലെന്ന് വെച്ചാൽ രണ്ട് ടി വി കൂടി ഒരു വെള്ളപ്പം വാങ്ങിച്ചൂടെ നമുക്ക് രണ്ടാക്കും? ഒരു കഷ്ണം പുട്ടെടുത്തു, ചെറിയ കഷ്ണം എടുത്തിട്ട് വരെ ചായന്റെ കൂടെ രണ്ടാളും കൂടി കഴിക്കും. അല്ല, ചായന്റെ കൂടെ കൂടി കഴിക്കും. ചായ കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടൂല. രാവിലെ നല്ല കഴിക്കും പോകൂല. ഇവക്ക് മീൻകറിയാണ് തീരെ പറ്റില്ല. അല്ല, പറ്റായിട്ടില്ല, അലർജി ആയിട്ടേ ആയുർവേദത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ പത്യത്തിന് നിന്ന് ഭക്ഷണം കഴിക്കും. വലിയ കുഴപ്പമില്ലേ? ആദ്യം ഒന്ന് പറഞ്ഞു വെച്ച് ബുക്ക് ചെയ്തിട്ട് പിള്ളേരെ കൊണ്ടൊക്കെ കേറിയ ടീച്ചർമാർക്ക് 5 വയസ്സിൽ കേറി പോയിക്കൂടെ? ടീച്ചർമാരൊന്ന് ഗൈഡ് ചെയ്യാൻ കേറിയാ പോരെ? കുട്ടികളെ കൊണ്ട് കൊണ്ടുപോയിട്ട് കാണിക്കും. ഇതാണ്, അല്ലാതെ തന്നെ ഇങ്ങോട്ട് വരുന്ന ബസ് ഫുൾ ആളാണ് ഇപ്പൊ. ആരും ഒക്കെ ഫ്രീ കിട്ടുന്നത് ചിന്തിക്കും. അപ്പൊ നമുക്ക് എന്നാ കുട്ടികളെ കാണിക്കുക 5 വയസ്സായി കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരത് മാത്രം ചെലവ് എടുക്കേണ്ടി വരും. കുട്ടികളെന്നല്ല ഇതൊന്നും. ഇതെല്ലാം മറ്റേ താഴെ ഇവിടുത്തെ അല്ല, വയനാട്ടിലെ മാത്രമല്ല, താമരശ്ശേരി ആൾക്കാരല്ല. ഇത് കുറെ അല്ല, താമരശ്ശേരി അങ്ങ് കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. കൽപ്പറ്റ വരും, എന്നിട്ട് അവിടുന്ന് ഗുണ്ടൽപേട്ട് ബസ്സിന് കയറും, അല്ലെങ്കിൽ ബത്തേരി വന്നിട്ട് ഗുണ്ടൽപേട്ട് ബസ്സിന് കയറും. അതാണ് ഇപ്പൊ അതിനകത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ വേക്ക്. ചെറിയ മക്കളെയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത് എനിക്ക് പേടിയാവുക. കാരണം മക്കളെയൊക്കെ അമർന്നു പോകും. കുറെ ആൾക്കാരുണ്ടായി. മക്കളെ പിടിച്ച് അങ്ങനെ കേറരുത്, അവർക്ക് ശ്വാസം മുട്ടിപ്പോ. ഇത് കണ്ടില്ലേ? അല്ല, സിജു ആദ്യമായിട്ട് കാണുക, ഇങ്ങനെ ആദ്യമായിട്ട് കാണുക ഗുണ്ടൽപേട്ടയ്ക്ക്. അല്ല, ഈ റോഡ് ഇതൊക്കെ കാടൊക്കെ. നീ ഇങ്ങനെ ആദ്യമായിട്ടാണ്, നീ അന്ന് വന്നില്ലേ? ഇല്ല, നീ വന്നിട്ടാ. ഇത് കാടിലൂടെയാ പോകുന്നത്. ഇനി അങ്ങോട്ട് പോകും. ഇത് ആയിട്ടില്ല കാട്, ഇത് കാടായിട്ടില്ല, ഇനി വരുന്നേ ഉള്ളൂ. ഇത് റൂട്ട് നല്ലതാ ശരിക്കും, അങ്ങോട്ടൊക്കെ പോകാൻ നല്ലതാ. പക്ഷെ ഇപ്പൊ അമ്പുണ്ട്, അതാണ് ഒരു വലിയ പണി. അത് ശ്രദ്ധിക്കണം. അമ്പ് കുറെ അടുത്തടുത്ത് എല്ലാം വിടാൻ പറ്റും. നമ്മള് കർണാടകത്തിലേക്ക് കടന്നിട്ടില്ല, അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവരവിടെ ചെക്ക് ചെയ്യല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ? അല്ല, അങ്ങനെ നോക്കുന്നതല്ല. ഒരു ചേച്ചിയുടെ പൈസ കൊടുക്കണം അവിടെ. അവർക്ക് ഗേറ്റില് അങ്ങ് അറ്റത്തുമ്പോ അവിടെ ഉണ്ട്. പിന്നെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. അതിനകത്ത് സ്വന്തം പൈസ കൊടുക്കാനുണ്ട്. ചില്ലറ നമ്മളിവിടെ വരെ എത്തിയിട്ടില്ല. എവിടെ എത്തിയിട്ടില്ല? മുത്തങ്ങ വരെ എത്തിയിട്ടില്ല. എത്താൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് മുത്തങ്ങ മക്കളെ. മുത്തങ്ങ ഇവിടെ വൈൽഡില് ഇതുണ്ട്. ഇതാണ് മുത്തങ്ങ എന്ന് പറയുന്ന ടൗണ്. ഇവിടെ വൈൽഡ് ലൈഫ് ഇത് കാണണമെങ്കിൽ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവാ. ഇവരുടെ വണ്ടി ഉണ്ടാവും. ഇവിടുന്ന് കാട്ടിനുള്ളിലേക്ക് പോവാ. ഇത് കാടാ, ഇങ്ങോട്ട് കാടാണ്. അതിലേക്കുള്ളിലേക്ക് പോവാ. ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകണം. ചിലപ്പോ പോയാലും ഒന്നിനും കാണൂല. അതിൽ നല്ലത് ചിലപ്പോ നമ്മൾ ഈ റൂട്ട് പോകുമ്പോ മയിലിനെയും മാനിനെയും ആനയൊക്കെ പോകുമ്പോ ചിലപ്പോ കാണണമെന്നില്ല. അത് നമ്മളിപ്പോ പോകുമ്പോ ചിലപ്പോ ഒന്നിനും കാണൂല. മാനിനെ എന്തായാലും കാണും. പക്ഷെ
ബാക്കിയുള്ള ആനയൊക്കെ കാണുന്നത് ആന രാവിലെ ഉണ്ടേ കാണും, വൈകിട്ട് കാണും, ഇടക്ക് കാണും, ചിലപ്പോ പറയാൻ പറ്റില്ല. വലിയ കർണാടകത്തിന്റെ ആന ഉണ്ടാവും. കർണാടകക്കാരെ കർണാടകയിൽ പറയേണ്ടിയിരുന്നു പോവാൻ വേണ്ടിട്ട് നിങ്ങളോട്. കർണാടക ആന അത് നമ്മളെ ആനയുടെ അത്ര ഭംഗിയില്ല, വലുതാ. അത് മറ്റേ കുറച്ചുകൂടെ ചെറുതാ. ഇത് സൈസ് ചെറുതാ ആന കുറച്ചുകൂടെ. അവിടെ നിന്നല്ല കേസുന്ന കേട്ടോ, ഇവിടുന്നാണ് അങ്ങോട്ടേക്ക് കാട്ടിലേക്ക് അങ്ങോട്ട് പോവാ. ഈ വലത്തോട്ട് കയറിയാൽ ഇവിടുത്തെ ടിക്കറ്റ് ഇവിടെയാണ് ആൾക്കാർ മുത്തക്കാന്നും പറഞ്ഞോണ്ട് വരുന്നേ. മുത്തക്ക കാണാന്ന് പറഞ്ഞോണ്ട് വരുന്ന അവിടെയാ. ഫോറസ്റ്റ് തന്നെയാന്ന് തോന്നില്ല. ഫോറസ്റ്റിന്റെ വയല് നല്ല രസം. ക്രോസിംഗ് ഒക്കെ കാണിക്കുന്നില്ല, ഇവിടെ കാന ഇറങ്ങുന്ന സ്ഥലമാണ്. ശ്രീരാമക്ഷേത്രം എന്നാണ്. പണ്ടോ കാലത്ത് അവിടെയായിരുന്നു. ആണിത് ശ്രീരാമക്ഷേത്രം അല്ലേ? കിട്ടുള്ളൂ ഈ ഒരു അന്തരീക്ഷം. അങ്ങനെയല്ല, ഇവിടെ എല്ലാവരെയും കാണുന്ന സ്ഥലങ്ങളാണ്. ഞാൻ മാത്രമാണ് ഇവരെ കൂടെ ഞാനും വരില്ല. കാരണം അറിയോ, ഞാൻ ഇവരോട് പോയിരുന്നോന്ന് ചോദിച്ചാൽ തുടങ്ങിയേ. അപ്പൊ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആരും പോയിട്ടില്ലാണ്ട് ഒരു വർത്താനം പറയുന്ന ആള് വേണ്ട. ഞാൻ പറഞ്ഞു ഓടിച്ചെല്ലാവരോട് ചോദിക്കട്ടെ. ഞാനാ പറഞ്ഞു ഞാനില്ലെങ്കിൽ ഞങ്ങളെ കൂടെ മാത്രം വരില്ല. അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരേപോലെ ആയിരിക്കും. വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നാലും നമ്മൾ പറയുന്നത് പറയൂ. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും കഥ പറഞ്ഞു, അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെടൂല. തുടങ്ങിയോട് മറ്റേ അപ്പൊ പിന്നെ ഓഫീസിൽ വർത്താനം പോലെ ആവും. ഞാനേക്കാളും ഭേദം ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലല്ലേ. ആണുങ്ങളാ കണ്ണിന്റെ അടുത്തും കണ്ണട വെച്ചിന് കണ്ടാല് അവന്റെ പിന്നിലിരിക്കുന്ന ഫുള്ള് കറുപ്പിട്ടിട്ട് കറുപ്പ് തലേനെ കൊണ്ടും ഇങ്ങനെ വെച്ചിട്ട് കണ്ണടയും വെച്ചിട്ട് അതെന്തിനാ ഓനെ ആരും പിടിക്കാണ്ടിരിക്കാനോ ഓൻ അങ്ങനെ ഒന്നിന് കരടിയാന്ന് തോന്നിപ്പിക്കും. അങ്ങനെ കരടി വരൂലല്ലോ. ചിലപ്പോ കരടീനെ ഇതിന് പുലിക്കും കടുവൊക്കെ പേടിയായിരിക്കും. അല്ല കരടി ഭയങ്കരാന്ന് പറയാം. അതൊരു പിടുത്തം പിടിച്ച ആ ഭാഗം ജീവനോട് പിടിച്ച് കടിച്ചു പറിച്ചാളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാളെന്തോ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്കെല്ലാം കടുവേനും പുലിനും അല്ലേ പേടി. പക്ഷെ ഇത് ഇത് ഭയങ്കര സാധനം പറയുന്നത്. അതിനേക്കാൾ അതിന്റെ കൈന്റെ നഖമൊക്കെ കണ്ടില്ലേ? നീണ്ടിട്ടല്ലേ ഒരു പിടുത്തം പിടിച്ച കഴിഞ്ഞ് പറിച്ചാളോ. ക്യൂ അല്ലേ? മറ്റേ ഇവര് നിർത്തിയാണോന്നല്ല, എന്തെങ്കിലും കണ്ടിട്ട് നിർത്തിയാണോന്ന് അറിയാൻ പറ്റില്ല. പെട്രോൾ തീരുന്ന പ്രശ്നമൊന്നുമില്ല തോന്നുന്നു. ഇത് ചെക്ക് പോസ്റ്റ് തന്നെ കുടുങ്ങിയാണെന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റ് കുടുങ്ങിയതാ ചെറിയ കുട്ടിയാട്ടോ തന്നെ. അതേതിനും കൊന്നിട്ട് വിടും. ആരോ വണ്ടി വിടുന്നുള്ള കാര്യം ഉറപ്പ്. അങ്ങനെ അതിനും തിരിച്ചറിവ് അത്ര ഇത് ഉണ്ടായിട്ടില്ല. റോട്ടിൽ ആദ്യമായിട്ട് വന്നതായിരിക്കും. റോട്ടിൽ നിന്ന് ആദ്യമായിട്ട് വല്ല ഹോട്ടലിന്റെ അടുത്തൊക്കെയാണ് പിന്നെ പിന്നോട്ട് ഞാൻ പറയുന്ന ആൾത്താമസം എടുത്തിട്ടൂടെ ഒരു കുഞ്ഞു സാധനത്തിന് താമസത്തിലിടുമ്പോ ആൾക്കാർ കാണൂല. വണ്ടി ഇടിക്കപ്പോ അയ്യോ 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 ഇടിച്ച് അയ്യോ സാധ്യത കൂടുതലാ. പോകുന്നില്ല. രക്ഷപ്പെടുത്താനാ
പോകുന്നുണ്ട്. Yes. അതിനവര് കണ്ടിന് കേട്ടോ. കണ്ട് ഭാഗ്യത്തിൽ കാണിച്ചു കൊടുത്തു, അയാൾ കാണുകയും ചെയ്തു. ഓണടിച്ചേ ചെറിയ കുട്ടിയായിട്ട് ഒന്നും അറിയില്ല. ഇതിനെല്ലാം വേറെ ഒന്നിനും പിടിച്ചു. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഇതിനി വന്നിട്ട് വല്ല കാട്ടിലേക്ക് പോയിരുന്നേ പിന്നെ കൊഴപ്പല്ല. ഓണടി കേട്ടിട്ടാണ് അത് പോയത്. അറിയില്ല. ഇത് ഭയങ്കര ക്യൂ അല്ല ഒച്ചന്. ഇത് വല്ലാത്തൊരു ക്യൂ ആയി. എപ്പോഴും ഉണ്ടായിട്ടില്ല. പിന്നെ എപ്പോഴും ഈ ക്യൂ ഉണ്ടാവും. കൊരങ്ങ് പിന്നെ രക്ഷപ്പെടുവോ? പ്രശ്നമില്ല. കുരങ്ങ് ട്രെയിനിങ് എത്തിയ സാധനം. കുരങ്ങിനെ അവരുടെ തല ഇത് ആദ്യം ട്രെയിനിങ് കൊടുക്കും. ഒച്ച ഉണ്ടാക്കി ആ ട്രെയിനിങ്ങിലാണ് എവിടെ കൊരങ്ങോ? അല്ല പൂച്ചക്കുട്ടി ഓടിപ്പോയി തോന്നില്ലേ? പോയിട്ടുണ്ട്. ചിലപ്പോ ഇനി അങ്ങോട്ട് പോയിക്കോളൂ. അവരുടെ ക്യാമ്പില് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തോ മ്യാവ് മ്യാവ് പറയുന്ന ഈ സൈഡിലേക്ക് പോകാണ്ടിരുന്നല്ലോ. വീട്ടിൽ വന്നോ? എവിടെ പോയോ? പോയിനല്ല അങ്ങോട്ടേക്ക് കയറിപ്പോയല്ലോ നേരത്തെ. മോനെ ഒന്നുണ്ടോ? എവിടുന്നാ കരയുന്നുണ്ട്? അത് നോക്ക് കുരങ്ങ് നിക്കുന്ന എന്തേലും നോക്കാൻ വേണ്ടിട്ടാ. എനിക്ക് വേണോ ജിഞ്ചോ? കുരങ്ങിന് വണ്ടി തോന്നുന്നുണ്ട്. എത്ര ഇതായിട്ടാ നോക്ക് മാറിപ്പോന്നത്. നോക്ക് അവിടെ നിന്നേ അത് മാറിപ്പോവുക. ഇനിയും വന്ന് നിൽക്കൂട്ടോ. ഈ കുരങ്ങള് ഭയങ്കര കളിയാ. എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി വരുന്ന ഗ്ലാസ് കുത്തിയാക്കണം. അല്ലല്ലോ ഓരോ സ്ഥലത്തും ചെക്ക് ചെയ്തിട്ടാ വിടുന്നത്. വരല്ലേ കുരങ്ങനല്ല. ഇങ്ങോട്ട് മണക്കാറാണല്ലോ. അത് ഇതിന്റെ ഇതായിരിക്കും ചിലപ്പോ. അങ്ങോട്ട് തെളിച്ചുണ്ടാവുമായിരിക്കും. മഴ പെയ്തില്ലേ നല്ലതായിരിക്കും. മഴ പെയ്താൽ കലമ്പായി അത്ര. പക്ഷെ കേരളത്തിലെ പോലെ മഴ അത്ര ഇതുണ്ടാവില്ല. ഒരു മഴയൊക്കെ പെയ്തങ്ങ് നിൽക്കും. അല്ല അന്തരീക്ഷം തെളിഞ്ഞതാണെങ്കിലേ ഒരു ഇതായിരിക്കും. ചില്ലറ പൈസ കൊടുക്കണം, ചില്ലറ പൈസ കൊടുക്കണം. കാണാൻ പറ്റി. നമ്മളെ കർണാടക ബോർഡർ ഇനിയുണ്ട് 2 പോസ്റ്റ്. ശരപ്പറി വഴിയൊക്കെ കണ്ടുള്ളൂ. എനിക്ക് ഓരോന്നൊക്കെ ഓരോരുത്തരത്തോളി കൂട്ടത്തോടെ കാണും. കുറെ ഈശ്വര എന്താ അവിടെ ഒരു അതാണിയത്. ദേഷ്യം പിടിക്കോ? അങ്ങനെ കാറേര് തീറ്റിങ്ങക്ക് ദേഷ്യം പിടിക്കൂലേ? എങ്ങാനും ഇങ്ങോട്ട് വന്നൊരു ചവിട്ട് കിട്ടിയാല് വണ്ടി ഉണ്ടാവില്ല, നമ്മളും അങ്ങോട്ട് പോയാൽ ഫുള്ള് വണ്ടികളല്ലേ. പോകുന്ന വഴിയാണ്. അതുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്തു ഇവിടെ ഇറങ്ങിക്കോ. ഞാൻ അവിടെ നിർത്തിയിട്ട് തരാം. നിങ്ങൾക്ക് അവിടെ നിർത്തിയാ പോരെ? അല്ല ഇവിടെ നിർത്തിക്കോ. അല്ല ഞാനവിടെ ഫോട്ടോ തരണേ എനിക്കും. കണ്ടോ ഒഴിവാക്കാൻ വേണ്ടി 130 ഒന്നേ തൂക്കക്കണക്ക്. ഒന്നെടുക്ക്. മുളകൊന്നും വേണമെന്നില്ല. മുളക് വേണ്ട. തൊണ്ടക്ക് നോക്കിയപ്പൻ ചുമയായിരിക്കും. കവറിലിട്ട് തരണേ. ജഗദീന്റെ മഴത്തുള്ളി
അതുപോലെ എനിക്ക് ഈ മാങ്ങ ചെറുപ്പത്തിൽ ഇഷ്ടമുള്ള മാങ്ങ. ഈ മറ്റേ നമ്മളവിടെ ഒന്നും അങ്ങനെ കാണൂല. എന്തായാലും പറയാ തന്തച്ചൂടൻ എന്ന് പറയും. തോലോടെ തിന്നാൻ ഇഷ്ടമല്ല, തിന്നണ്ട. എന്താ അറിയോ, ഇവര് കഴുകുമ്പോൾ ചിലപ്പോ വൃത്തിയായില്ലെങ്കിൽ എനിക്കൊരു കേട്ടോ മധുരള്ള നോക്കി വാങ്ങിയതാ. മധുരള്ള നോക്കി എടുത്തതാ. ഇതിപ്പോ കൈ കഴുകാനും പറ്റില്ലല്ലോ. ആദ്യം പൂ പോയാലും പ്രശ്നമില്ല. പൂവിന്റെ സ്മെല്ലാണ്, സ്മൂവിന്റെ ആ സ്മെല്ലേ. ഓ മൈ ഗോഡ്, എന്ത് ഭംഗിയാ ഈ കടയിൽ കൂടി പോവാനും. അതഞ്ചാണല്ലോ. സെൽഫി എടുക്കാൻ ഓ ഇങ്ങോട്ട് തിരിഞ്ഞ ഹലോ, ഇവിടെ അധികം ആളില്ല. ഇതിൽ തന്നെ ഫോട്ടോ എടുക്കാം. എടുക്കാം. ഇതിൽ തന്നെ ഫോട്ടോ എടുത്തൂടെ? എല്ലാരും കൂടി എടുക്കാം. അവിടുന്നല്ലേ ഫോട്ടോ പിടിച്ചാ അവിടുന്ന് ഇങ്ങനെ എല്ലാരും വരുന്നുണ്ട്. കർണാടകക്കാരല്ലേ, അപ്പൊ മനസ്സിലാകാത്ത കുറെ കാടൻ ഭാഷകളാണ്. അപ്പൊ ശ്രദ്ധിക്കണ്ട, മനസ്സിലാവാത്ത പോലെ നിക്കണ്ട, മനസ്സിലായ പോലെ നിക്കണ്ട, അങ്ങനെ നടക്കന്നെ. അങ്ങോട്ടേക്കാ വിളിക്കുന്നത്. ഒത്തിരി ഉണ്ട്. Vineyard. Welcome to the vineyard. മരുന്നടിച്ചിട്ടുണ്ട്. കാണുന്നില്ലെങ്കിൽ അവസാനം അവിടെ വന്നാൽ കേൾക്കാറുന്നില്ല, എന്നാലും പറഞ്ഞു. റെക്കോർഡറാ, അതാണ് നിങ്ങൾ തന്നെ പറയുന്നത്. മേലോട്ട് നോക്കിയോ, ഇതൊക്കെ പറിച്ചു പോയതാ. കയ്യിലിരിക്കുന്നതിന്റെ അല്ല, ഇവിടെ നല്ല ആളുണ്ട് അവരോടൊക്കെ ആൾക്കാരെ ചേർന്നില്ലേ.
അതെയോ? വേറെന്തല്ലേ? നിങ്ങൾ വേണേ വാങ്ങിച്ചോ, എനിക്ക് വേണം. 65 മതി. പറ്റൂലേ? മതി. അത് ടീച്ചർക്ക് പല്ലിന്റെ ഓട്ടയിൽ പോയ കറി എടുക്കാൻ കിട്ടില്ല. ഓറഞ്ച് ഉണ്ട് അവിടെ സുഖയും ടീച്ചർ ഓറഞ്ച് ഓറഞ്ച് എനിക്ക് വയറിന് ഞാൻ കൊറേ മുമ്പൊക്കെ എടുത്തിരുന്നു. എന്റെ മൊബൈലിൽ നിന്നൊക്കെ പിന്നെ പോയതാ. ഇതെന്താ എന്ത് പുല്ലാണ് ഇത്? മറ്റേ ചെറിയ ചിങ്ങള് അപ്പനിക്ക് അടി കിട്ടും. എന്നൊക്കെ ഉണ്ടോ ഇല്ല അങ്ങോട്ട് പോകാൻ തോന്നുന്നു. അങ്ങനെ ചെറിയ എനിക്ക് കേട്ടത് ആനേനില്ലാണ്ട് അന്ന് തിന്നാ കണ്ടിന്. ആനേനെയും മ്ലാവിനെയും വേറെ ഒന്നും കണ്ടിട്ടില്ല നമ്മളന്ന് പോയിട്ട്. അല്ല, ആനയും മ്ലാവും മാത്രമേ നമ്മളന്ന് കണ്ടിട്ടുള്ളൂ പോയിട്ട്. ഉള്ളിൽ കൂടെ കുറെ കാട്ടുതെണ്ടികളല്ലാണ്ട് പുറത്തെ പൈസയും കൊടുത്തിട്ട്, അത്യാവശ്യം വലിയ പൈസയും കൊടുത്തിട്ട് കാട്ടിൽ കൂടെ പോയിട്ട് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ആർച്ചന്റെ അമ്മക്കൊക്കെ എന്നിട്ട് എന്തോ വലിയ എന്തോ കണ്ടമാരിയായി കാട്ടിൽ കൂടെ പോയിട്ട്. അവർക്ക് കാടില്ലാണ്ടൊന്നുമില്ല. തൃശ്ശൂരൊക്കെ എത്താനാകുമ്പോ നമ്മൾ ഏത് കാട് പോലത്തെ പ്രദേശത്തൊക്കെ പോകുന്നുണ്ട്. അതിലൂടെ ഒക്കെ അല്ല, അവർക്കും കാട് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട്. പാലക്കാട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളിവിടെ മാത്രമൊന്നും അല്ല. ഇങ്ങനത്തെ ഒരു സുഖമുള്ള ആന മേലൊക്കെ വെച്ച് തുപ്പാനല്ല. നിന്നെ പറഞ്ഞു നോക്കി പഠിച്ചേട്ടാ. അതാ അവിടെ അവിടെ ബസ്സില് അതിലൂടെ ഈ റോട്ടിലൂടെ കയറുക. അപ്പുറത്തെ റോഡല്ല, ഈ റോട്ടിലൂടെ കയറിയാ ഇവിടെ നിനക്ക് പറയുന്നത് മനസ്സിലാവില്ല. എവിടെയും ഒന്ന് നിർത്തിയ ഇതേപോലത്തെ സ്ഥലത്ത് പോയി തുപ്പാൻ വേണ്ടി കഴിഞ്ഞു. വണ്ടിന്ന് നീട്ടി വെച്ച് തുപ്പിട്ട് ആരാന്റെ മേല് തുപ്പാനാന്ന് അങ്ങനെ ഞാൻ തുപ്പൂല. ഇതെന്താ എനിക്ക് പറഞ്ഞൂടെ? ചെരിച്ച വല്ലാണ്ട് ചെരിഞ്ഞിട്ടാണല്ലോ നേരെയാക്കുന്നത്. അതാണല്ലോ സ്റ്റിയറിംഗ് ഇവിടെ. ഇത് വേണോ നോക്കട്ടെ. നല്ല കളിക്കാണ്. കുറെ നേരം കളിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്പൂണായിട്ട് കുടിക്കല്ലേ? അപ്പക്ക് വരുത്തായിരിക്കും പായസം കുടിക്കുന്നവരെ. രണ്ടെണ്ണം മുഴുവൻ ഇടേണ്ട ആവശ്യം ഉണ്ടാവും. രണ്ടെണ്ണം ഇട്ടോ? രണ്ടെണ്ണം മുഴുവൻ ഇട്ടോ? ഇട്ടു? ഓവർ മധുരല്ല. അതെടുക്ക്. ഇന്നലെ ഫോട്ടോ പറഞ്ഞു. ഇത് ഈ സാധനം കാണരുത്. ഇങ്ങനെ കഴിക്കാൻ പറ്റും. അനിയൻ പപ്പടം. ആദ്യത്തെ ഒരു പ്രാവശ്യം കുത്തായില്ലേ? നിന്നെ കുത്താൻ പാടില്ല. പിന്നെ എല്ലിനൊന്നും ഉണ്ടാവുക. ഇൻഡിപെൻഡൻസ് ആയതുകൊണ്ട് എനിക്ക് അറിയില്ല. ഡോക്ടർമാരുണ്ടാവില്ലേ? ഇടില്ലേ? ഉണ്ടാവില്ലേ? സാന്ദ്രത്തിനൊന്നും ഉണ്ടാവുക. ഇത് നല്ല സാധനം. എന്റെ അമ്മേ, ചൂടോട് കുടിക്കുമ്പോ തൊണ്ട പൊള്ളുന്നു. തോല് പൊളിഞ്ഞിട്ടുണ്ട്. അതാണ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ആദ്യം ഇവിടെ തോല് പൊളിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വെച്ച് ഇവിടെ മാത്രമേ ഉള്ളൂന്ന്. ഇതൊക്കെ ഉണ്ട്.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഗുണ്ടിൽപേട്ടയൊക്കെ പോയി അതിൻ്റെ ഇടയിൽ സാറിൻ്റെയും ടീച്ചറിൻ്റെയും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടോം ആൻഡ് ജെറി വിറ്റുകളൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു വരികയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്, ലവ് യു ഓൾ.